ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഉപകാരപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ് മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള രോഗാണുവാഹകരെ കുറിച്ചാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോവാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമൊന്നും വേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. രോഗാണുവാഹകർ, വ്യാധികൾ പടരാതിരിക്കാന്നുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആരാണ് ഈ രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് രോഗാണുവാഹകർ? അതായത് ഈച്ച, കൊതുക്, ഇതിനൊക്കെ നമുക്കറിയാം. ഈ സംഭവങ്ങളൊക്കെ എന്താ? ഇതൊക്കെ ആവശ്യമില്ലാത്ത വള്ളി പോയി പിടിച്ചിട്ട് വരികയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളായിട്ട് ഒന്നിനെയും എത്തിക്കുന്നില്ല. ഇവരെന്താ കൊണ്ടുവന്ന് തരികയാണ്. ഇവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡീലർ. നമ്മുടെ ശരീരത്തിലേക്ക് രോഗം എത്തിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ആവശ്യമില്ലാത്ത ഓരോ വേസ്റ്റിലും ചളിയിലൊക്കെ പോയി കടന്ന് ഇവരെന്ത് ചെയ്യും? ഇവരതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കയറി അങ്ങോട്ട് ഇരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കയറി ഇതങ്ങോട്ട് ഇരിക്കും. അത് നമ്മൾ എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എന്ത് വരും? അതിൽ നിന്ന് രോഗങ്ങൾ വരും. അപ്പൊ അങ്ങനെയാണ്, അതായത് സൂക്ഷ്മജീവികളെ അല്ലെ, സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ആരൊക്കെയാണ്? നമുക്ക് മെയിൻ ആൾ നോക്കി, ഈച്ച. ഇവരുടെയൊക്കെ നേതാവ് ഇയാളാണ്, ഈച്ച. ഇയാളാണ് മെയിൻ വള്ളി പിടിക്കുന്ന മനുഷ്യനാണ്. അതായത് മനുഷ്യനല്ല, സോറി, ഈയാണ്. അതായത് ഈ ഈച്ച എന്ത് ചെയ്യാണ്? ഈച്ച ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിരിക്കും. സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് അവിടുത്തെ ആവശ്യമില്ലാത്ത ഓരോ, അതായത് സൂക്ഷ്മജീവികൾ, അതായത് ബാക്ടീരിയ, ഓരോ ഫംഗസ്, ഓരോന്നും എന്ത് ചെയ്യും? കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരും. ഇതെല്ലാം സമ്മാനം കൊടുക്കുന്നത് പോലെ നമുക്കത് കൊണ്ടുവന്ന് തരും. നമ്മളത് എടുക്കുന്നു, നമുക്ക് രോഗം വരുന്നു. അതാണ് സംഭവം. അതാണ് രോഗാണുവാഹകർ. ഇവർ സൂക്ഷ്മജീവികളെ നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ്. അങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ആരൊക്കെയാണ് രോഗാണുവാഹകർ? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയവയാണ് രോഗാണുവാഹകർ. ഇതിൽ ഈ രണ്ടാൾക്കാർ, കൊതുക്, ഈച്ച, ഇത് രണ്ടും നമ്മളെ തേടി പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ അല്ലേ? പിന്നെ ഇയാളെ നമ്മൾ പോയി അങ്ങോട്ട് പോയി വള്ളി പിടിക്കുകയാണ്. അതായത് നമ്മൾ ഓരോന്ന് ഇപ്പോൾ വവ്വാല് കടിച്ചിട്ട ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് വവ്വാലിന്റെ സ്പർശനം കിട്ടിയ ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് വവ്വാല് പോയി സ്പർശിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ ആപ്പിൾ, അങ്ങനത്തെ വലിയ ഓരോ സാധനങ്ങളാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഈ വള്ളി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി പിടിക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് വള്ളി വരുന്നതാണ്. നമ്മൾ വിളമ്പി വെച്ചിട്ടുള്ള ചോറിലേക്ക് ആൾ വന്നിരിക്കുക. ആര്? ഈച്ച. പിന്നെ കൊതുക് നമ്മളെ വന്ന് കടിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇതിനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് രോഗാണുവാഹകർ എന്ന് കിട്ടിയല്ലോ, ആവശ്യമില്ലാത്ത വള്ളി നമുക്ക് കൊടുന്നു തരിക. ഓക്കെ, ആ വള്ളി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സംഭവം മനസ്സിലായല്ലോ. നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് രോഗാണുവാഹകരും പെരുകുന്ന സാഹചര്യങ്ങളും നോക്കണം. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാനുള്ളതാണ്. ആദ്യം നമുക്ക് കൊതുകിനെ കുറിച്ച് നോക്കാം. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. നമുക്കറിയാലോ, ഇതിലൊക്കെ എന്ത് ചെയ്യും? അതായത് ലേസിന്റെ പാക്കറ്റൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കളയാണ്. ഇത് മഴ പെയ്യുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇതിൽ വെള്ളം വരും. ഈ വെള്ളത്തിൽ ആര് വന്ന് മുട്ടടും? കൊതുക് വന്ന് മുട്ടടും. പിന്നെ അത് പെരുകും അല്ലേ? അങ്ങനെയാണ് ഇത് പെരുകുന്നത്. അതായത് പെരുകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ചിരട്ടകൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ അതിൽ വെള്ളം കയറി കിടക്കുന്നുണ്ടെങ്കിൽ അതിലും കൊതുകിന് എന്താണ് കറക്റ്റ് ആയിട്ട് മുട്ട വന്നിടാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ. കാരണം ആ ചിരട്ട പിന്നെ ആരും വന്ന് എടുക്കില്ല, അത് ഇളകി പോകുന്ന വെള്ളം. അതായത് ബക്കറ്റിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ ഇടക്കിടക്ക് നമ്മൾ ഒഴിച്ച് കളയും. ഓക്കെ, നമ്മുടെ തിരുമ്പുന്ന അലക്കുന്ന കല്ലിന്റെ അടുത്തൊക്കെ വെച്ചിട്ടുള്ള ബക്കറ്റ് ആണെങ്കിൽ ഈ ബക്കറ്റിലെ വെള്ളം നമ്മൾ ഇടക്കിടക്ക് കളയും. ഇതിൽ വന്ന് കൊതുക് മുട്ടയില്ല. അതായത് ഒരുപാട് സമയം ഒരു സ്ഥലത്ത് വെള്ളം കിടക്കുന്നത് കൊതുക് കാണുകയാണെങ്കിൽ കൊതുകിന് മനസ്സിലാവും ഇത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ മുട്ടിട്ട് നോക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അവിടെ പെരുകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക. ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അതിൽ ഗപ്പികളൊക്കെ വളർത്താൻ ശ്രമിക്കുക അല്ലേ? ഈ എന്താ കൊതുകിനെ അതായത് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലത് എന്താണ്? ഗപ്പിയാണ്. അതായത് അവർ മുട്ടയിടുന്ന സ്ഥലത്ത് ഇത് മുട്ടിട്ട് വെച്ചാൽ ഗപ്പി പോയിട്ട് അത് കഴിച്ചോളും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞത് ഓരോ ചിരട്ടകളിലും പോയിട്ട് ഗപ്പിനെ ഇട്ട് വെക്കുക എന്നല്ല, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഗപ്പിനിടുക. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ചില പാടത്തൊക്കെ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്ത് ഗപ്പിനെ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് എന്ത്? കൊതുക് പെരുകാനുള്ള ഏറ്റവും സാഹചര്യം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ, ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. സംഭവം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
ഇനി ഈച്ച നനഞ്ഞതും ചീഞ്ഞഴുകുന്നതുമായ ജൈവ പാഴ്വസ്തുക്കളിൽ ഈച്ചകൾ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു. ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു. അപ്പൊ ഈച്ചയുടെ ഈ പ്രത്യുൽപാദനം ഇതൊന്ന് പഠിച്ചു വെച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെയും വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഇവയുടെ പ്രത്യുൽപാദനം. അതായത് ഈച്ചയുടെ പ്രത്യുൽപാദനം കൂടുന്നത് എവിടെയാണ്? ചൂട് സാഹചര്യത്തിലാണ്, അതായത് ചൂട് കാലാവസ്ഥയിലാണ്. നനഞ്ഞതും ചീഞ്ഞഴുകുന്നതുമായ ജൈവ പാഴ്വസ്തുക്കളിൽ ഈച്ചകൾ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു. മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ കൊതുകിനെ നമുക്കറിയും, അതുപോലെ തന്നെ ഈച്ചയുടെ ഇത് പഠിച്ചു വെക്കണം. ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു. ആരുടെയാണ്? ഈച്ചയുടെയാണ് കേട്ടോ. അടുത്ത നമുക്ക് എലി. വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, പാകമായിട്ടും വിളവെടുക്കാത്ത സസ്യങ്ങളുടെ ഫലങ്ങളിൽ നിന്നുള്ള ഗന്ധം തുടങ്ങിയവ എലികളെ ആകർഷിക്കുന്നു. ഇതൊക്കെയാണ് എലികൾ പെരുകാനുള്ള സാഹചര്യം. അടുത്തത് രോഗവും പരത്തുന്ന കൊതുകിനോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, പഠിച്ചു വെച്ചിട്ട് പോയിക്കോ. നമുക്ക് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, മന്ത് ക്യൂലെക്സ് പെൺകൊതുകാണ് കേട്ടോ. മന്ത് പരത്തുന്നത്, മന്ത് രോഗം പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ്. ആരാണ് മന്ത് രോഗം പരത്തുന്നത്? ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് രോഗം ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. ഇനി മലേറിയ ആരാണ്? അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് ഏത് പരത്തുന്നത്? മലേറിയ പരത്തുന്നത്. അപ്പൊ മന്താണെങ്കിൽ ക്യൂലെക്സ് പെൺകൊതുക്. ഇനി അനോഫിലസ് പെൺകൊതുക് എന്താണ് പരത്തുന്നത്? മലേറിയ. അപ്പൊ മന്ത് ക്യൂലെക്സ് പെൺകൊതുക്, മലേറിയ, അനോഫിലസ് പെൺകൊതുക്. അടുത്തത് ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി എന്താണ്? ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പഠിച്ചു? മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് എന്ന് കണ്ട ക്യൂ എന്ന് ആലോചിക്കുക. ഓക്കെ, മന്ത് ക്യൂ വെച്ചിട്ട് ആലോചിക്കട്ടോ. മന്ത് അതായത് മന്ത് പറഞ്ഞ എന്താ? മന്ത് നമുക്ക് മാസം വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. മറ്റേ മന്തിനെ കണക്ട് ചെയ്യണ്ട. ഈ മന്ത് ഇപ്പൊ മന്ത് മാസം വെച്ച് കണക്ട് ചെയ്യാം. മാസാവസാനം നമുക്ക് എന്ത് കിട്ടണം? ശമ്പളം കിട്ടണം. ഈ ശമ്പളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ നിൽക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. മാസാവസാനം അതായത് നമുക്കുള്ള ശമ്പളം, നമുക്കുള്ള കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ക്യൂ വെച്ചിട്ട് ആലോചിച്ചോ. മന്ത് കണ്ട മാസം എന്ന് നിങ്ങൾക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ക്യൂ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക് കാണുന്ന കണക്ട് ആവും. കാരണം ഓപ്ഷനിൽ ആ ക്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓപ്ഷനിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ ക്യൂ അവിടെ ഉണ്ടാവും, ഇവിടെ മന്ത് ഉണ്ടാവും. മന്ത് പറഞ്ഞാൽ മാസം, അത് വെച്ച് കണക്ട് ചെയ്യുക. മന്ത് രോഗത്തിനെ കണക്ട് ചെയ്യുന്നതിന് പകരം മാസത്തിനെ കണക്ട് ചെയ്യുക. അപ്പൊ മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ, മലേറിയ അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. ഡെങ്കിപ്പനിയാണ് ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഈ ഡെങ്കിപ്പനി എന്താണ് അറിയപ്പെടുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് അല്ലെ? ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഓക്കെ, ഡെങ്കിപ്പനിയാണ്. അപ്പൊ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി. എപ്പോഴാണ് ക്യൂ നിൽക്കുക? മാസം, മന്ത്. മാസാവസാനം ക്യൂ നിന്നിട്ട് ശമ്പളം വാങ്ങുക. അപ്പൊ മാസം, മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് ക്യൂ അല്ലെ? ക്യൂ എന്താണ്? ക്യൂ ക്യൂലെക്സ്. ക്യൂ കിട്ടിയാൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് പെൺകൊതുക്, അനോഫിലസ് പെൺകൊതുക്, പിന്നെ ഏതാണ്? ഈഡിസ് ഈജിപ്തി. അതിൽ ക്യൂലെക്സ് പെൺകൊതുക് ഏതാണ് പരത്തുന്നത്? മന്ത്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഏതാണ്? ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി ഡെങ്കിപ്പനിയാണ് പരത്തുന്നത്. അപ്പൊ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. കിട്ടിയല്ലോ, പഠിച്ചല്ലോ. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് പറഞ്ഞ മാസം ഇല്ലേ? ക്യൂ നിൽക്കുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് പെൺകൊതുക്. പിന്നെ അനോഫിലസ് പെൺകൊതുക് ഏതാണ് പരത്തുന്നത്? മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. ഉറപ്പിച്ചോ, ഇതിൽ നിന്ന് ചോദ്യം വരും. ഇതുപോലെ തന്നെ ചോദ്യം വരും. ഇതേ ഉദാഹരണം തന്ന് ചോദ്യം വരും. ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അപ്പൊ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഡെങ്കിപ്പനി പരത്തുന്നതാണ് ഈഡിസ് ഈജിപ്തി. കിട്ടിയല്ലോ. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഈഡിസ് ഈജിപ്തി പരത്തുന്നത് ഏതാണ്? ഡെങ്കിപ്പനിയാണ്. അപ്പൊ അത് പഠിച്ചു അല്ലെ? പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്. അടുത്ത നോക്കാം. ഇനി കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങൾ. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക അല്ലേ? മെയിൻ ആയിട്ടുള്ള കാര്യം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതായത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ് ഇത് വന്നിട്ട് മുട്ടയിടുക. അപ്പൊ ഇത് ഒഴിവാക്കുക. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓക്കെ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓക്കെ, പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക. പിന്നെ എന്താണ്? ഓടകൾ ശുചീകരിക്കൽ. ഓടകൾ ശുചീകരിക്കൽ അല്ലെങ്കിൽ ഈ ഓടയിലുള്ള വെള്ളത്തിൽ എന്ത് പോയി ചെയ്യുക? ഗപ്പികളെ കൊണ്ടുപോയിടുക. ഓക്കെ,
കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളതാട്ടോ. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ബാക്കി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്താ സംഭവം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത് സാമാന്യം മനസ്സിലാവാനുള്ള കാര്യം അതാട്ടോ റിപ്പീറ്റ് ചെയ്യാത്തത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരും വന്ന് മുട്ടടും? നമ്മുടെ കൊതുക് വന്ന് മുട്ടടും. പിന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കം ചെയ്യൽ. അതായത് നീക്കുക, അതായത് ഇവരവിടെ ഒളിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നീക്കം ചെയ്യുക. മനസ്സിലാക്കി വെക്കുക. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓടകൾ ശുചീകരിക്കൽ. ഓടകൾ ശുചീകരിക്കൽ. കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക. അതായത് ഈ ജനലിന്റെയും വാതിലിന്റെയും ഉള്ളിൽ കൂടെയാണ് എന്ത് ഉള്ളിൽ കയറുക? കൊതുകുള്ളിൽ കയറുക. അപ്പൊ അത് അടച്ചിടുക. പിന്നെന്താണ്? ശരിയായ വസ്ത്രം ധരിക്കുക. ഓക്കെ, ശരിയായ വസ്ത്രം ധരിക്കുക. ഓക്കെ, അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ധരിച്ചാൽ മതി. അതായത് വസ്ത്രം ധരിക്കാതിരിക്കാന്നല്ല, നമ്മൾ ചിലപ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ടാവും ഇരിക്കുക. അപ്പൊ പറയാ ഓക്കെ, ശരിയായ വസ്ത്രം ധരിച്ചാൽ എന്ത് ചെയ്യും? അവിടെ കടി കിട്ടാതിരിക്കും. ഓക്കെ, അങ്ങനെ ധരിക്കേണ്ടവർക്ക് ധരിക്കാം. ഓപ്ഷനൽ, എല്ലാതും ഓപ്ഷനിൽ തന്നെയാണ്. കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ട്രൗസർ ഇട്ടിട്ട് കൊതുക് വലയുടെ ഉള്ളിൽ ഇരുന്നാലും കൊതുക് കടിക്കൂലല്ലോ. അപ്പൊ അതാ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. കൊതുക് വല ഉപയോഗിക്കുക. കൊതുക് വല, അതായത് കടക്കുന്ന ഈ കട്ടിലാണെങ്കിൽ കൊതുക് വല ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ കൊതുക് വല ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ കൊതുകുകൾക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം തേടുക. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പുല്ലുകളൊക്കെ വെട്ടിക്കളയുക, അങ്ങനത്തെ ഓരോന്ന്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക. എന്തിനാണ്? കൊതുക് ഉള്ളിൽ കയറാതിരിക്കാൻ. ഇനി ശരിയായ വസ്ത്രം ധരിക്കുക. ശരിയായെന്ന് പറഞ്ഞാൽ ഫുള്ളൊക്കെ ഇടുകയാണെങ്കിൽ, അതായത് ഫുൾ സ്ലീവ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഒന്നും കടി കിട്ടില്ല. അപ്പൊ അത് അങ്ങനെ മറക്കാനും നമ്മളെ കൊണ്ട് പറ്റും. പിന്നെന്താണ്? കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ, പിന്നെന്താണ്? താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം തേടുക. ഓക്കെ, അടുത്തത് ഷഡ്പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. പ്ലേഗ് ഏതിൽ നിന്നാണ്? പ്ലേഗ് എലിച്ചെള്ളിൽ നിന്ന് പകരുന്നതാണ് കേട്ടോ. പ്ലേഗ് എലിച്ചെള്ള്. പിന്നെ ടൈഫസ് പേൻ ചെള്ള് കാലാസാർ സാൻഫ്ലൈയിൽ നിന്നാണ് പകരുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചാലോ. പ്ലേഗ് എവിടെ നിന്നാണ്? പ്ലേഗ് എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പ്ലേഗ് എലിച്ചെള്ള്, ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏതാ? കാലാസാർ സാൻഫ്ലൈ. മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് ഒറ്റയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വരും. ഓക്കെ, മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. ഓക്കെ, ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ്, പേന് ചെള്ള്, പിന്നെ കാലാസാർ സാൻഫ്ലൈ പഠിച്ചിട്ട് പോയാലോ. പ്ലേഗ് എന്താണ്? എലിച്ചെള്ള് എന്താണ്? ഷഡ്പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. പ്ലേഗ് എന്തിൽ നിന്നാണ് പകരുന്നത്? എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? കാലാസാർ സാൻഫ്ലൈ. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്. പ്ലേഗ് എന്തിൽ നിന്നാണ്? എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പിന്നെ കാലാസാർ ഏതിൽ നിന്നാണ്? സാൻഫ്ലൈ. ഓക്കെ, സാൻഫ്ലൈ. അപ്പൊ ഒന്നും കൂടെ പറയാം. പ്ലേഗ്, എലിച്ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? കാലാസാർ സാൻഫ്ലൈ. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ് പേൻ ചെള്ള്, പിന്നെ കാലാസാർ സാൻഫ്ലൈ. കിട്ടിയല്ലോ. പെർഫെക്റ്റ് അല്ലേ? അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ് ഏതാണ്? പേൻ ചെള്ള്, പിന്നെ കാലാസാർ സാൻഫ്ലൈ. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിച്ചു വെക്കണം. മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. അടുത്തത് നോക്കാം. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. അപ്പൊ അതായത് പക്ഷിപ്പനി എന്താണ്? ഒരു വൈറസ് രോഗമാണ്. പക്ഷിപ്പനി ഒരു വൈറസ് രോഗമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് പനികൾ ഏതാണ്? വൈറസ് രോഗങ്ങളാണ്. ഒരുപാട് പനികൾ, അതായത് പ്രധാനപ്പെട്ട ഒരു പനി മാത്രം നമ്മൾ ബാക്ടീരിയ രോഗമായിട്ട് പഠിച്ചു വെക്കുക. ഏതാണ്? എലിപ്പനിയാണ്. എലിപ്പനി എന്താണ് അറിയപ്പെടുന്നത്? കർഷകരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് അല്ലേ? കർഷകരുടെ പ്ലേഗ് എന്നല്ല, കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. പന്നിപ്പനി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വൈറസ് രോഗമാണ്. പക്ഷിപ്പനി, പന്നിപ്പനി ഇതൊക്കെ വൈറസ് രോഗമാണ്. ഓക്കെ, നിപ്പ വൈറസ് രോഗമാണ്. ഇതൊക്കെ അതിൽ തന്നെ ഉണ്ട്. നിപ്പ വൈറസ്, പോളിയോ വൈറസ്, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. ഓക്കെ, പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ്. അവിടെ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പക്ഷിപ്പനിയാണെന്ന് നമുക്ക് അറിയും, എന്നാൽ അതൊരു വൈറസ് രോഗമാണ്. അതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ,
രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്ന് ഏതാണ്? ക്ഷയം. ക്ഷയം വായുവിലൂടെ പകരുന്നതാണ്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഓക്കെ, ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, പിന്നെ ഏതാണ്? ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ജലദോഷമുള്ള ആളുടെ അടുത്ത് നിന്ന് വായുവിലൂടെ പകരും. അതുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് പോകരുത്. ജലദോഷമുള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ പോകും. അതായത് അവർ തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അത് വായുവിലൂടെ നമുക്ക് പകരുകയാണ്. അപ്പൊ അത് നമുക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഉള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ പോവില്ല. ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, മുണ്ടിനീര്. ഓക്കെ, മുണ്ടിനീരൊക്കെ പകരുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, പിന്നെ ഏതാണ്? മുണ്ടിനീര്, പിന്നെ ഏതാ പഠിച്ച്? ജലദോഷം. ഇതിൽ പകുതി നമുക്ക് മനസ്സിലാവുന്നതാണ്. ജലദോഷം നമുക്ക് അറിയുന്നതാണ്, മുണ്ടിനീര് നമുക്ക് അറിയുന്നതാണ്, അതുപോലെ തന്നെ ചിക്കൻ ബോക്സും നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഏത് പഠിക്കണം? ക്ഷയം, വസൂരി, അഞ്ചാം പനി. അത് പഠിച്ചാൽ പോരെ? ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി, പിന്നെ ഏതാണ്? ജലദോഷം, മുണ്ടിനീര്, ചിക്കൻ ബോക്സ്. അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ക്ഷയം, വസൂരി, അഞ്ചാം പനി പഠിച്ചു വെക്കുക. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ഒരു വട്ടം കൂടെ. ക്ഷയം, വസൂരി, അഞ്ചാം പനി, ജലദോഷം, പിന്നെ ഏതാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, പിന്നെ മുണ്ടിനീര്. അല്ലേ? ഓക്കെ, അപ്പൊ ക്ഷയം, വസൂരി, അഞ്ചാം പനി, ചിക്കൻ ബോക്സ്, ജലദോഷം, മുണ്ടിനീര്. 6 പഠിച്ചല്ലോ. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇതൊക്കെയാണ് ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി. പിന്നെ ജലദോഷം നമുക്കറിയാം, ചിക്കൻ ബോക്സ് നമുക്കറിയാം, മുണ്ടിനീരും നമുക്കറിയാം. ഇതൊക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോമൈലറ്റിസ്, പിന്നെ ഏതാണ്? വയറുകടി. ഓക്കെ, ഇതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ. ഇത് നോക്ക്, വയറുകടി, ഭക്ഷണം വയറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ വയറുകടി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എലിപ്പനി, അതും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എലിപ്പനി നമുക്കറിയാം, ജലത്തിലൂടെ, അത് ഈ ജലത്തില് എലിയുടെ മൂത്രം, അങ്ങനെ ആലോചിച്ചാൽ മതി എലിപ്പനി കണക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ കോളറ, പോളിയോമൈലറ്റിസ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാം. ഒന്ന് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ പോളിയോമൈലറ്റിസ്, വയറുകടി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ? ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടെ പറയാം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോമൈലറ്റിസ്, വയറുകടി. ഇതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്നത്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം എന്താണ്? മണ്ണിലൂടെ പകരുന്നതാണ്. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. ഇതൊക്കെ എന്താണ്? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയല്ലോ. പെർഫെക്റ്റ് ആയി നമുക്ക് പഠിക്കാൻ പറ്റി. പ്രധാനമായിട്ടും ഞാൻ ഒന്ന് പറഞ്ഞു, ഈ പാഠത്തിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനി ആരാവുന്ന ഞാൻ പറഞ്ഞു? മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂ. മന്ത് അല്ലെ? മന്ത് പറയുമ്പോൾ മാസം. അപ്പൊ അവസാനം ക്യൂ നിന്ന് ശമ്പളം വാങ്ങുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് പെൺകൊതുക്. അപ്പൊ മന്ത് പരത്തുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. കണക്ട് ചെയ്ത് ഒരു വട്ടം കൂടെ പഠിച്ചോ. പകരുന്ന രോഗം, അതായത് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യൂ. അതായത് നമ്മൾ മന്ത് എന്നുള്ളത് എങ്ങനെ കണക്ട് ചെയ്യാം? മന്ത് രോഗം കണക്ട് ചെയ്യാതെ മന്ത് എന്നുള്ളത് മാസം കണക്ട് ചെയ്യാം. മാസം അവസാനം നമ്മൾ കൂലി വാങ്ങും. അപ്പൊ എന്താണ്? ക്യൂ നിന്നിട്ട് കൂലി വാങ്ങുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. പിന്നെ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയ, അനോഫിലസ് പെൺകൊതുക്. അതും കണക്ട് ആയല്ലോ. പിന്നെ ഇത് പഠിച്ചു ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തിയാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈ 3 എന്തായാലും അറിഞ്ഞു വെച്ചോ. തീർച്ചയായിട്ടും ചോദ്യം വരും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ പഠിച്ച ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.